അപ്പം അവർ തറവാട്ടിൽ കൂട്ടുകുടുംബ. അന്ന് ഞാൻ ചെറുപ്പമായിരുന്നു, 7 8 പഠിക്കുന്ന സമയമായിരുന്നു. ഓക്കെ. അപ്പോൾ ഇവർ 4 ആണുങ്ങളാണ്, ഞങ്ങൾ 3 പെങ്ങന്മാർ കെട്ടിച്ചു വിട്ടു. അപ്പോൾ ഈ 4 ആണുങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഒരു കൂട്ടുകുടുംബത്തിലാണ്. ഓക്കെ. അന്ന് ഞാൻ അവിടെ എപ്പോഴും പശുവിനെ പാല് കറക്കി കൊണ്ടുപോകും. ഞാൻ കറക്കൂല, വേറെ ചേട്ടൻ വന്ന് കറക്കും, ഞാൻ ഡയറി കൊണ്ടുപോയി കൊടുക്കും. ഞാൻ സ്ഥിരം അവിടെയായിരുന്നു, ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ, അച്ഛൻ്റെ വീട്ടിൽ സ്ഥിരം. അപ്പം 4 മരുമക്കൾ വരും, കേക്കിട്ടാ. എന്നിട്ട് ഞാൻ അവിടെ മാത്രമല്ല, ഞാനിപ്പോഴും ചില കൂട്ടുകുടുംബത്തിൽ കാണാറുണ്ട് കേട്ടോ. കൂട്ടുകുടുംബത്തിലാണ് ആ പരിപാടി ഉള്ളത്. ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, അവിടെ മാത്രമൊന്നുമല്ല. എങ്ങനെയാണെന്നറിയോ, ഈ കടിയുള്ള പെൺപിള്ളി. ഓക്കെ. ഈ കുറേ ആൾക്കാർക്ക് കൂട്ടുകുടുംബത്തിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും TV കാണുകയെ, എന്തെങ്കിലും പത്രം വായിക്കുകയെ, എന്തെങ്കിലും എന്താ പറയുക തിന്നേലിരിക്കുകയെ, എന്തെങ്കിലും കുശലങ്ങളോ എന്തെങ്കിലും വർത്താനൊക്കെ പറഞ്ഞിരിക്കും. കുറേ ആൾക്കാരൊന്നും ഇങ്ങനെ വന്നിരിക്കുമല്ലോ. അപ്പോൾ ചില പെണ്ണുങ്ങൾക്കുണ്ട്, അവരെ ഭർത്താക്കന്മാരിയ്ക്കുമ്പോൾ കേൾക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? എനിക്ക് അങ്ങനത്തെ ലേഡീസിന് ഇഷ്ടമല്ല. അതായത് ഇങ്ങനെ കേട്ടാ, അയ്യോ ഇതിങ്ങനെ ഞാൻ കാണിച്ച. അതായത് ഇപ്പം ഞാനൊരു ലേഡിയാ, ഇപ്പൊ കല്യാണം ഒരു ലേഡിയാ. ഓക്കെ. എൻ്റെ ഭർത്താവ് അവിടെ ഇരിക്കുകയാണ്. ഓക്കെ. അനിയൻ്റെ ഭാര്യ അവിടെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അനിയൻ അവിടെ ഇരിക്കുകയാണ്, അങ്ങനെ നടക്കാൻ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ഇരിക്കുമ്പോൾ ഓരോ ചില പെണ്ണുക്കുന്നുണ്ട് ഇങ്ങനെ എനിക്ക് ചായ കൊടുത്ത് ഇവിടെ ഇങ്ങനെ ചൊറിയും. ചേച്ചി, ഞാനത് പല സ്ഥലങ്ങളിൽ ഇപ്പോഴും കാണുന്നുണ്ട്. എനിക്കത് കാണുമ്പോഴേ ദേഷ്യ. അങ്ങനെയുണ്ട് ചേച്ചി, ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. ആൾക്കാരെ ചിലപ്പോൾ അനിയനെ കുറിച്ച് തോന്നിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ആരെങ്കിലും വിരുന്നാരെന്തെങ്കിലും തോന്നിപ്പിക്കുന്നതായിരിക്കും. അങ്ങനെ ചെയ്യലുണ്ട്. ചില പെണ്ണുങ്ങൾക്ക് ഭയങ്കര അങ്ങനെ കടിയുള്ളപ്പോൾ അവിടെ ചൊറിയും. അവർക്ക് ഭയങ്കര കഴപ്പാന്നാ പറയുക ഈ സാധനത്തിനോട്, സെക്സിനോട്. ശ്രദ്ധിച്ചാൽ മതി. വെറുതെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും. അല്ല നിങ്ങൾക്ക് അറിയില്ലായിട്ടാണ്. ഒറ്റയ്ക്ക് ഇപ്പൊ ഭർത്താവും ഭാര്യയോടൊപ്പം ചൊറിയുവോ? ഇല്ല. അയ്യോ, അതുണ്ട്. ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ശ്രദ്ധിക്കാതിലാണ്. ഞാൻ ഈ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? കൂട്ടുകുടുംബത്തിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങൾ ആരും ശ്രദ്ധിച്ചാൽ അത് പോവാത്ത കാര്യങ്ങളാണ്. പബ്ലിക്കായിട്ട് ആണോ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടില് ഇപ്പൊ ഞാൻ എൻ്റെ ഭർത്താവ് ഞാൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുവോ? ചൊറിഞ്ഞുകൊണ്ടിരിക്കുവോ? ഇല്ലാന്ന്. ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങളത് വാച്ച് ചെയ്ത് നോക്ക്. നമ്മളൊരു കൂട്ടുകുടുംബത്തിലോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുള്ളിടത്ത് നിൽക്കുമ്പോൾ, കുറെ ആണുങ്ങളുള്ളിടത്തും കുറച്ച് നമ്മൾ അങ്ങോട്ട് കുശലങ്ങൾ വർത്തനം വരുമ്പോൾ ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ഇത് ഞാൻ പറഞ്ഞു നോട്ട് ചെയ്ത് വെച്ചോ. അപ്പം മനസ്സിലാവും, ഇത് അന്ന് ബീച്ചേച്ചി പറഞ്ഞ പോലെ തന്നെയാണല്ലോ നിങ്ങൾക്കപ്പം. ഞാൻ പല തവണ ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. ഇപ്പോഴല്ലെങ്കിൽ ഇപ്പം ഇവിടെ ആയിക്കൊണ്ട് ഞാനത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കത് കുറേ വട്ടം ഞാൻ പണ്ടെടുത്ത് എല്ലാവരും ചോദിക്കും. സ്കൂളിൽ പഠിക്കുന്ന പെമ്പിളേർ, ഇതെന്താണ് ഇങ്ങനെ ചേച്ചിമാർ ഇവിടെ കിടന്ന് ഇങ്ങനെ ചൊറിയുന്നേ, ഓരോ ഫാഷനിൽ ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ കൈ വയ്ക്കുക, ചേട്ടായുടെ തല പിടിക്കുക, ഇവിടെ ചൊറിയുക. അപ്പം അവിടെ അടുത്തായിരിക്കണമെങ്കിൽ അവർക്ക് അതിൽ ക്രഷ് തോന്നും. അതൊരു കോടാണോ അതറിയില്ല. പച്ചയ്ക്ക് പറയാൻ പറ്റുമോ എനിക്ക് കടിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് മൂത്തിരിക്കാണെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് കാണുന്നവർക്ക് മനസ്സിലാവും ഇവർക്കത് മൂടാന്ന്. ശ്രദ്ധിച്ചു നോക്ക്. അത് ഭർത്താവിന് സിഗ്നൽ കൊടുക്കുകയായിരിക്കും അടുത്തത്. വേറെ ആൾക്ക് സമയം കൊടുക്കുന്നയാ ചൊറിയുന്ന കാണുമ്പോഴാണ് ക്രഷ് തോന്നുന്നത്. എടാ അങ്ങനെ ഉണ്ടടാ. അത് അവൾക്ക് അതിനോട് ആഗ്രഹം ഉണ്ട് എന്നാണ് ഇവിടെ ചില വീട്ടിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ചൊറിയുന്നത്. ചിലപ്പോൾ ചൊറിച്ചിന് പോലും ഉണ്ടാവില്ല. പക്ഷെ അത് ഒരു ഫാഷനാണ് പണ്ടൊക്കെ.
അതായത് ഇങ്ങനെ വെച്ച്, അതായത് ഇപ്പൊ നമ്മളിങ്ങനെ നിൽക്കാണ്, ഇപ്പൊ ഒരു കൂട്ടുകുടുംബത്തിൽ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാണ്, എൻ്റെ ഭർത്താവ് കൂടി ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കും, ഇതിങ്ങനെ ചൊറിയും. അപ്പൊ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും ചേട്ടന്മാർ ഇവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഞാൻ കണ്ടത് ഇപ്പൊ ഒരു പ്ലംബിംഗുകാരൻ വീട്ടിൽ വന്നു, ഒരു പണിക്കാരൻ വീട്ടിൽ വന്നു, 2-3 പണിക്കാരുണ്ട്. ഓക്കെ, അവർക്ക് നമ്മൾ ചായ കൊടുക്കുമ്പോൾ ചിലവരിവിടെ കൈ വയ്ക്കും. ഞാൻ കണ്ടിക്കുന്നുണ്ടെന്ന്. ഇപ്പൊ വീട്ടിലൊരു പണിക്കാരൻ വന്നു, കുറെ ആണുങ്ങള്, അപ്പോഴും ചിലപ്പോഴും ഇവിടെ കൈ വെച്ച് ചൊറിയും. ഇനി എനിക്കവിടെ ചൊറിഞ്ഞു, ഇനി എനിക്കൊന്ന് ചൊറിഞ്ഞു നോക്കണം, എനിക്ക് ക്രഷുള്ളവരെ കാണുമ്പോൾ. അത് നിങ്ങൾക്കറിയില്ല, ഞാൻ കാണുന്നത് പറഞ്ഞാണ്. ഞാൻ അത് സത്യമുള്ളൊരു കാര്യമാണ്. ബാക്കില് ചൊറിച്ചിലുണ്ട്, അത് കൊണ്ട് കഴിഞ്ഞിട്ടല്ല കൈ, സീരിയസ്ലി ജസ്റ്റ് അത് നിങ്ങൾ ശ്രദ്ധിക്കാണ്ട് പോകുന്നൊരു കാര്യമാണ്. ഇനി തൊട്ട് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ഫാഷൻ ആയിരിക്കും. അതൊരു പണ്ടത്തെ കാലത്ത് നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് പെൺപിള്ളേർക്ക് അതൊരു ഫാഷനായിരുന്നു. ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. എടാ അത് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ലടാ, അതൊരു സിഗ്നലാണെന്ന്. ചിലവരിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അത് വെറും ചൊറിച്ചിൽ. അതല്ല, ഇത് ചൊറിച്ചിലൊന്നുമല്ല, വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. കോപ്പാണ്, കണ്ടോ? ഇതാ പറയണ എൻ്റെ പൊന്നു മുത്തപ്പ, ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇതിനൊന്നും അറിയില്ല. നമ്മൾ കണ്ട കാര്യം പറയുമ്പം കോപ്പാണ്, അതാണ് ഇതാണ് പോലും, വല്ലാത്തൊരവസ്ഥ. അത് ചിലപ്പോൾ ഷേവ് ചെയ്തിട്ട് ചൊറിച്ചിൽ വരുന്നതായിരിക്കും. അതെ, ഞാനൊന്ന് ചിന്തിക്കാറുണ്ട് കേട്ടോ. ഇല്ലല്ലോ, ഇതൊക്കെ ആയിരിക്കും സിഗ്നൽ. കൂട്ടുകുടുംബ ഭക്ഷണത്തിന് കണക്ക് പറയാനുണ്ട്, അതും വല്ലാത്തൊരവസ്ഥയാണ്. കൂട്ടുകുടുംബം അത്ര നല്ലതല്ല. സ്വന്തം ഭർത്താവിൻ്റെ കൂടെ പോയി താമസിക്കാൻ വെച്ച്, അതാണ് ഏറ്റവും നല്ലത്. എനിക്കത് ഇഷ്ടം. എനിക്ക് കൂട്ടുകുടുംബം ഇഷ്ടമല്ല. ഞാനുള്ളിടത്ത് വഴക്കുണ്ടാവും, എൻ്റെ സ്വഭാവം അനുസരിച്ച്. ഉള്ളത് പറയാലോ, എനിക്ക് തരൂല. എൻ്റെ അമ്മയും പറയും, അപ്പച്ചൻ്റെ വീട്ടുകാരും പറയും, അയ്യോ ബിജീനെ അമ്മായിമ്മോളെടുത്ത് കെട്ടിച്ചുവിടരുത്, തലയിൽ തീ വാരിവിടുന്ന് പറയും എൻ്റെ തലയ്ക്കകത്ത്. പണ്ട് ഒടുക്കി പറയും, എൻ്റെ മറിയാം ചേച്ചി, ഇതേ നിങ്ങളുടെ ഇളയ മോളുടെ അമ്മായിമ്മോളെടുത്ത് പറഞ്ഞുകൂടല്ലേ ഏട്ടാ, അമ്മായിമ്മയുടെ കൈയും അവിടെ പുറമായിട്ടിരിക്കും എന്ന് അവിടെ എപ്പോഴും പറയും. സത്യമുള്ള കാര്യം കേട്ടോ. ഞാനുള്ളിടത്ത് ശരിയാകത്തില്ല. ഹോ ഇനി അപ്പോൾ ഞാൻ എൻ്റെ കമ്പിലും ചൊറിഞ്ഞു കാണിക്കും. അതെ, നീ ചൊറിഞ്ഞാൽ നിനക്ക് സുന പൊന്തിയിരിക്കും. നീ ചൊറിഞ്ഞാൽ നിനക്ക് സുന പൊന്തിയിരിക്കും. ആണുങ്ങളൊന്ന് തൊട്ടാൽ മതി, അപ്പൊ സുന പൊന്തും. ബിജിയുടെ അപ്പത്തിൽ എന്താ ബിജിയുടെ അപ്പത്തിൽ നെക്കി കാണിക്കുമോ? നെക്കിയ ഇതെന്താ മുലയോ നെക്കാൻ വേണ്ടിയിട്ട്? ഇവിടെ നെക്കുന്നതിന് പിന്നെ എന്ത്? ഇവിടെ എവിടെയാണ് ഞാൻ നിൽക്കുക? അതെന്താ അങ്ങനെ?